രണ്ട് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസ് ഇന്ന് 55 പോയിന്റ് ഇടിഞ്ഞ് 8384 ക്ലോസിംഗ് നൽകി. 5 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 32.52, ഡിവിഡൻഡ് ഈൽഡ് 0.43%. 52 വീക്കിലോ 6187, 52 വീക്ക് ഹൈ 8662. പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ UBS ബജാജ് ഫിനാൻസിന് സെൽ എന്ന റേറ്റിംഗും 18% അപ്സൈഡിൽ 6800 രൂപയുടെ ടാർഗറ്റ് നൽകിയെന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ബജാജ് ഫിനാൻസ് ഇൻഡെക്സിനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കാഴ്ചവെച്ച സ്റ്റോക്കാണ്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഇൻഡെക്സ് 2% കറക്റ്റായപ്പോൾ ബജാജ് ഫിനാൻസ് 12% റിട്ടേൺ നൽകുകയും ചെയ്തു. ബജാജ് ഫിനാൻസ് ഇഷ്യൂ ചെയ്യുന്ന ലോണുകളിലെ ഹൈ ക്രെഡിറ്റ് കോസ്റ്റുമായി ബന്ധപ്പെട്ട കൺസേണിൻ്റെ പശ്ചാത്തലത്തിലാണ് UBS സെൽ എന്ന റേറ്റിംഗും 6800 രൂപയുടെ ഡൗൺ സൈഡ് ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. ബജാജ് ഫിനാൻസിൻ്റെ ടോട്ടൽ ലോൺ ബുക്കിൽ 38% പേഴ്സണൽ ആൻഡ് SME ലോണുകളാണ്. ഈ പേഴ്സണൽ ആൻഡ് SME ലോണുകളിൽ ഹൈ ക്രെഡിറ്റ് കോസ്റ്റുമായി ബന്ധപ്പെട്ട കൺസേൺ നിലനിൽക്കുന്നു. ഇതാണ് ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് ചെയ്തതിന് പിന്നിലെ പ്രധാന കാരണം. കൂടാതെ കമ്പനിയുടെ റിട്ടേൺ ഓൺ അസറ്റിലും സ്ട്രക്ചറൽ ഡിക്ലൈൻ പ്രതീക്ഷിക്കാമെന്നാണ് UBSൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കമ്പനിയെക്കുറിച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ ഒപ്റ്റിമിസ്റ്റിക് വാല്യൂഷനാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. 23% CAGR കൂടിയുള്ള വളർച്ചയാണ് കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. ഇതും സ്റ്റോക്കിന് ഉയർന്ന വാല്യൂഷൻ ലഭിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിഫ്റ്റി 50 ഇൻഡെക്സിലെ ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്കാണ് ബജാജ് ഫിനാൻസ്. മാർക്കറ്റ് 3% ഇടിഞ്ഞപ്പോഴും ബജാജ് ഫിനാൻസ് 18% റിട്ടേൺ നൽകുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതായിരുന്നു. കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 17% വർദ്ധിച്ച് 4247 കോടിയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 23% വർദ്ധിച്ച് 9382 കോടിയുമായി രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റിയിൽ ഒരൽപ്പം ഡിറ്റോറിയേഷൻ വന്നിട്ടുണ്ട്. അസറ്റ് ക്വാളിറ്റിയിൽ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് 0.95 നിന്നും 1.12%, നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ് 0.37% നിന്നും 0.48% ഉയർന്നു. ബജാജ് ഫിനാൻസിൻ്റെ മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 8000 രൂപയ്ക്ക് മുകളിൽ ഒരു ബ്രേക്കൗട്ട് നൽകിയതിനു ശേഷം സ്റ്റോക്ക് 8380 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ സ്റ്റോക്ക് ഇപ്പോഴും ഇൻടാക്റ്റ് ആണ്. വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷനാണ് വന്നിരിക്കുന്നത്. കൂടാതെ ബ്രേക്കൗട്ട് റേഞ്ചിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുമുണ്ട്. ടെക്നിക്കലി സ്റ്റോക്ക് അട്രാക്റ്റീവാണ്. നാളെ UBSൻ്റെ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഇടിയുകയാണെങ്കിൽ 8000 പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടും 7800 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടുമായി പ്രവർത്തിക്കും. രണ്ടാമത്തെ ബ്ലൂ ചിപ്പ് സ്റ്റോക്ക് ടാറ്റ പവർ കമ്പനി ലിമിറ്റഡ്. ടാറ്റ പവർ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 3% ഉയർന്ന് 358 ക്ലോസിംഗ് നൽകി. 52 വീക്കിലോ 326, 52 വീക്ക് ആയി 494, 1.12 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 30.30. ടാറ്റ പവർ എന്ന കമ്പനി ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എനർജി മാനേജ്മെൻറ്റിനെ മോഡേണൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആമസോൺ വെബ് സർവീസുമായി പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്. സ്മാർട്ട് കൺസ്യൂമർ സെൻട്രിക് എനർജി ട്രാൻസിഷൻ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പനി ആമസോൺ വെബ് സർവീസുമായി ചേർന്ന് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ടാറ്റ പവർ എന്ന സ്റ്റോക്കിന് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ HSBC ഹോൾഡ് എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തു. HSBC മുമ്പ് റെഡ്യൂസ് എന്ന റേറ്റിംഗ് ആയിരുന്നു ടാറ്റ പവറിന് നൽകിയത്. ഇപ്പോൾ HSBC ഹോൾഡ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. വീക്ക് മാക്രോ എൻവയോൺമെൻറ്റ് ഉണ്ടായിട്ടും ടാറ്റ പവർ എന്ന സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് നിലനിർത്തുകയും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. കമ്പനി എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ മൊഡ്യൂൾ ആൻഡ് സെൽ മാനുഫാക്ചറിംഗ് തുടങ്ങിയ സെക്ടറുകളിലൊക്കെ പ്രവർത്തിക്കുന്നുമുണ്ട്. 52 വീക്ക് ഹൈയിൽ നിന്ന് 30%-ലേറെ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ടാറ്റ പവർ എന്ന സ്റ്റോക്ക്. അതേസമയം മീഡിയം ടൈമിൽ സ്റ്റോക്കിൽ പോസിറ്റീവ് കാറ്റലിസ്റ്റുകളായി പ്രവർത്തിക്കുന്ന അപ്ഡേറ്റുകളൊന്നുമില്ല.
ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പെർഫോമൻസ്, അതായത് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 10% വർദ്ധിച്ച് 1188 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. കമ്പനിയുടെ റവന്യൂവിലും അത്ര വലിയ ഗ്രോത്ത് നമ്മൾക്ക് കാണാൻ സാധിച്ചില്ല. കമ്പനിയുടെ റവന്യൂ 3% വർദ്ധിച്ച് 15,793, എബിറ്റ് 7% വർദ്ധിച്ച് 3,481 രേഖപ്പെടുത്തിയിരുന്നത്. ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ 350 എന്ന റേഞ്ച്, അല്ലെങ്കിൽ 350 മുതൽ 300 വരെയുള്ള റേഞ്ച് ഒരു പ്രധാന സപ്പോർട്ട് സോണാണ്. ഇവിടെ 350 താഴെ 330, 320 തുടങ്ങിയ റേഞ്ചുകളിലേക്ക് ടാറ്റ പവർ എന്ന സ്റ്റോക്ക് ഏതെങ്കിലും കാരണവശാൽ എത്തുകയാണെങ്കിൽ ബോട്ടം ലെവലിൽ നിന്നും ബൈയിങ് വരാനും സാധ്യതയുണ്ട്.